മീൻ ഇനി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ചട്ടിയിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇനി അതിൻ്റെ കൂടെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഞെരടി മിക്സ് ചെയ്ത് എടുക്കണം. ഇനി അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒന്ന് ഇളക്കിയ ശേഷം നല്ലപോലെ ഇത് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അയില മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കറിയെല്ലാം തിളച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോൾ ഒന്നാം പാലും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയ ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടെ തിളപ്പിച്ചെടുത്താൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.